നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നേരിന്റെ നിറങ്ങളും സ്വപ്നങ്ങളും സമ്മാനിക്കുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. വികൃതികളുടെയും കുസൃതികളുടെയും ചായക്കൂട്ടിലൂടെ കാട്ടിലേക്കൊരു യാത്രാവേള. ഇതാ കാട്ടിലെ കൂട്ടുകാർ. മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാ. ശരിയാ, അറിയാം സാർ. മാരകമായ വിഷം തെളിച്ചെത്തുന്ന പച്ചക്കറികൾ കഴിച്ച് വരും തലമുറ തന്നെ ഇല്ലാതാകും. പക്ഷേ സാറേ, കൂടുതൽ വിളവ് ലഭിക്കാനാ ആളുകൾ രാസവളങ്ങൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ജൈവ കൃഷി എന്ന മുദ്രാവാക്യം മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് പറഞ്ഞില്ല. പറയാം. നമ്മൾ നമ്മുടെ പ്രദേശം മൊത്തം ജൈവ കൃഷിയെക്കുറിച്ച് പ്രചരണം നടത്തണം. നമ്മുടെ പ്രദേശവാസികളെ ജൈവ കൃഷിയിലേക്ക് വഴിതിരിച്ചു വിടണം. സംഗതി ശരി തന്നെ, പക്ഷേ അത് എത്രത്തോളം വിജയിക്കും? വിജയിക്കണം. അവിടെയാ നമ്മുടെ പ്രവർത്തനം വേണ്ടത്. രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള പച്ചക്കറികൾ ക്യാൻസർ പോലും വരുത്തുമെന്ന കാര്യം മറ്റുള്ളവരെ ധരിപ്പിക്കണം. അതെ അതെ, അതിനൊരു ഉദാഹരണമാ എൻഡോസൾഫാൻ ഉപയോഗിച്ചതിന്റെ പേരിൽ മരിച്ചുപോയ നീലിമലയിലെ കുറച്ച് ആളുകള്. തീർച്ചയായും യാഥാർത്ഥ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഈ കീടനാശിനികൾ നിരോധിച്ചാ പോരെ സാർ? അത് മതി ബീലി. പക്ഷേ കൂടുതൽ വിളവ്, കൂടുതൽ ലാഭം, ഇതല്ലേ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ ബോധവൽക്കരണം, അതാണ് ആവശ്യം. ബോധവൽക്കരണം മാത്രം പോരാ, നമ്മൾ മറ്റുള്ളവരെ ജൈവ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതെ അതെ, ഓരോരുത്തരും പരിശ്രമിച്ചാൽ നടക്കുന്ന കാര്യം തന്നെ അത്. ബീലി, നിങ്ങൾ കുറച്ച് പേര് റെഡിയാവും, പക്ഷേ മറ്റുള്ളവർ, അവരെ കൂടി നമ്മൾ തയ്യാറാക്കണം. ഞങ്ങള് റെഡിയാണ് സാർ. എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പണി തുടങ്ങാം. കുറച്ച് പോസ്റ്റർ എഴുതി പതിക്കണം. ഓക്കേ സാർ, പരസ്യ പോസ്റ്റർ ഞങ്ങൾ ഒട്ടിച്ചോളാം. മതി മക്കളെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കാം. ഞങ്ങൾ എല്ലാവരും സാറിനോടൊപ്പം ഉണ്ടാവും. മതി മക്കളെ, ഇത്രയും മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതെ. ശരി, എങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ പണി തുടങ്ങാം സാർ. മക്കളെ, ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാ. നാടിനൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കും, നമ്മളെ സ്നേഹിക്കും. അംഗീകാരം ഒന്നും വേണ്ട സാർ. നല്ലൊരു തലമുറ, അസുഖമില്ലാത്ത ആരോഗ്യമുള്ള ഒരു തലമുറ, അതാ എന്റെ ആഗ്രഹം. മതി മക്കളെ, നിങ്ങളുടെ നല്ല മനസ്സിനെ ഈശ്വരൻ അനുഗ്രഹിക്കും. ശരി മക്കളെ, നാളെ കാണാം. ശരി സാറേ. ജൈവവളം, ജീവവളം, രാസവളം, നാശകാരം. കൊള്ളാം, ഗംഭീര വാചകം.
ഇതൊക്കെ ആരുടെ ബുദ്ധിയാ? ആരുടേതായിരിക്കും? എന്തായാലും ചെറിയ ബുദ്ധിയൊന്നുമല്ല കേട്ടോ. അപ്പൊ ആളെ മനസ്സിലായോ? ഓ, വമ്പൻ സാറിൻ്റെതാണല്ലേ. പപ്പീസിന്റെ ജഡ്ജ്മെന്റ് കൊള്ളാമോ? ഞാൻ ആരാ മോൻ? അതെ, നിങ്ങൾ വാചകം അടിക്കാതെ വേഗം ഇത് ഒട്ടിച്ചു ഓ തീർക്കാൻ നോക്ക്. ശരി ശരി ശരി. ആ എന്നാ പാശി എടുത്തോ. ആ ഇതേ, തന്നോ, നമുക്ക് തന്നോ. ഞാൻ അപ്പുറത്ത് ഒട്ടിക്കാം. എന്റെ ഭഗവാൻ ഇരിക്കട്ടെ. ആ, അവിടെ തന്നെ. ഞാനിവിടെ രാസവളം സഹായിക്കാം. നാശകാരണം. കേറി പോകാതെ ഒട്ടിക്കണേ. അമൃതതുല്യം. ആയിക്കോട്ടെ. ഇങ്ങനെ പതിച്ചു വെക്ക്. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും വായിക്കാനൊക്കെ പറ്റുമെന്നേ. എല്ലാരും ഇതൊന്ന് വായിച്ചാ മതിയായിരുന്നു. ഇനി നമുക്ക് ഇവിടെയല്ല, കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ജംഗ്ഷനിൽ കൊണ്ടുവരുന്നത് ഒട്ടിക്കണം കേട്ടോ. ഇനി എന്തോരം ഒട്ടിച്ചു തീർക്കാനുണ്ട്. അതെല്ലാം ഇവിടെ തന്നെ ഒട്ടിക്കണ്ടല്ലോ. അത് വെച്ചത് മതി. കൊള്ളാമല്ലോ മക്കളെ, നിങ്ങൾ തിരക്കലല്ലേ? അതെ സാറേ. ആ, ഇത് മൊത്തം പതിക്കണം. എന്നിട്ട് വേണം വീട് കയറി മറ്റുള്ളവരെ അറിയിക്കാൻ. ആ, നടക്കട്ടെ നടക്കട്ടെ. ഞാനേ ടൗണ് വരെ പോയിട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സാറേ, സംഭവം നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കില്ലേ? ആ, അതെന്ത് ചോദ്യമാ പീലി? നിങ്ങളുടെ പ്രവർത്തനം ഈ കാട്ടിൽ വലിയ മാറ്റമുണ്ടാക്കും. ആ, ശരി, നാളെ ക്ലബിൽ വെച്ച് കാണാം. ഓക്കേ? ശരി സാറേ. ബൈ. ശരി സാർ. പാവം സാർ. എന്തായാലും വമ്പൻ സാറ് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതെ അതെ. നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണം വമ്പൻ സാറിന്റെ പ്രോത്സാഹനമാ. correct. പറഞ്ഞത് ശരിയാ. ആ പിന്നെ മോട്ടു, ഇനി വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നാ പോരെ? ഉച്ചയായി. പിന്നല്ലാതെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അത് കൊള്ളാം. എങ്കി വാ. പക്ഷേ വൈകല്ലേ? ഇല്ലെന്നേ, ഭക്ഷണം കഴിക്കുന്നു, വരുന്നു, അത്ര തന്നെ. ദേ, ഉച്ചമയക്കത്തിലൊന്നും ആരും വീഴരുതേ. എന്റെ പപ്പീസേ, നമ്മളെടുത്ത ഉത്തരവാദിത്വം ഓർത്ത് രാത്രി തന്നെ ഉറക്കില്ല. അപ്പോഴാ ഉച്ചയ്ക്ക്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അപ്പോഴേക്കും തുടങ്ങി. ഓക്കേ. വേഗം കഴിച്ചിട്ട് വരാം. ഇനി ചന്തയിലെത്തണം, പച്ചക്കറി വാങ്ങണം. ആലോചിക്കുമ്പോഴുണ്ടല്ലോ. ആലോചിച്ചിട്ട് കാര്യമില്ല ഗംഭീർ. പച്ചക്കറിയും മറ്റും നമ്മൾ പുറത്തു പോയി വാങ്ങേണ്ട അവസ്ഥയ്ക്ക് കാരണം നമ്മള് തന്നെയാ. സംഭവം ശരി തന്നെയാ. പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് എന്തൊക്കെ വെറുപ്പാണിയാ. അതിനിടയ്ക്ക് ഈ പച്ചക്കറി നട്ടുണ്ടാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന്. ദേ, ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ടോ? പോസ്റ്റർ ആ, ദേ കണ്ടോ? ഒന്ന് വായിച്ചു നോക്കാം. വാ. ശരിയാണല്ലോ. ആഹാ, രാസവളം നാശകാരണം. ജൈവവളം അമൃത തുല്യം. ഒരു ജൈവ കൃഷി. ഇത് കാരണവും ഇങ്ങനെ എഴുതി ഒട്ടിക്കണത്. ആ, ആർക്കറിയാം? എന്തായാലും നാട് നന്നാക്കാനുള്ള ഉദ്ദേശത്തിലാ. അപ്പൊ പിന്നെ ഇന്നത്തെ കാലത്ത് ആർക്കും എന്ത് വേണമെങ്കിലും എഴുതി വയ്ക്കാം. അതെ അതെ അതെ, ഇതൊക്കെ നടപ്പിലാകുന്ന കാര്യാണോ? എവിടെ? ഇതൊക്കെ ആളാകാൻ വേണ്ടി ആരും ചെയ്തു വെക്കണതാണ്. Correct. ഇനി നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കണ്? ഇതൊന്നും ഒന്നല്ല. ആ, എന്താ കപിൽ, ഗംഭീർ, എന്താണ്? ദേ, ഇത് കണ്ടോ സാർ? ഒരു പോസ്റ്റർ. ഓ, പോസ്റ്റർ. നിങ്ങളിത് വായിച്ചില്ലേ? വായിച്ചു സാർ. പക്ഷെ ഇതൊക്കെ നടപ്പിലാക്കുന്ന കാര്യമാണോ? എവിടെ? എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം. കളിയാക്കരുത്. നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി ജൈവ കൃഷി എന്ന ആശയം ഞാനാണ് ഇവർക്ക് പറഞ്ഞു ഓ, കൊടുത്തത്. അത് ശരി. അപ്പൊ പോസ്റ്ററിന്റെ ആളുകളെ മനസ്സിലായി. അല്ല, ഇവരൊക്കെ എന്ത് വിചാരിച്ച ഓരോന്ന് എഴുതി വെക്കണത്? ആ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്? പിന്നില്ലേ, ഇപ്പൊ ആരാ സാറേ ഈ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നേ? അതെ അതെ, വേണ്ട സാധനങ്ങൾ നമ്മൾ ചന്തയിൽ പോയി വാങ്ങും. ഇവിടെയാ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വിഷാംശം അടങ്ങിയ പച്ചക്കറികൾ കഴിച്ച് ആയുസിന്റെ ദൈർഘ്യം കുറയ്ക്കുന്ന ഒരു തലമുറ. ഇത് മാറി വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പോസ്റ്റർ. അതെ അതെ. ഓ, ദേ സാറ് സാഹിത്യം തുടങ്ങിയിട്ടാ. ശോ, ഇനിയിപ്പോ എങ്ങനെ സഹിക്കും? ഒന്നും പറയണ്ടിനി. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല സാറേ, ചന്തയിൽ പോകാൻ നേരം വൈകുന്നു പറഞ്ഞതാ ഞങ്ങള്. നിങ്ങൾ ചന്തയിലേക്ക് നടക്കുന്ന സമയം നിങ്ങളുടെ പറമ്പിൽ ചെലവഴിക്കുക. അതിന്റെ ഫലം നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റാത്തതായിരിക്കും. കൃഷിയുടെ കാര്യമാണോ സാറ് പറഞ്ഞത്? അതെ, വീട്ടുവളപ്പിൽ ഒരു പച്ചക്കറി തോട്ടം. അതൊന്നും നടക്കില്ല സാറേ. നമുക്കൊന്നുമില്ല. ഈ കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ആ, അതെ 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 അതെ, അതൊക്കെ കൃഷിക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. കൃഷിക്കാരോ? അങ്ങനെ ആളുകളുണ്ടോ? അധ്വാനിച്ച് മണ്ണ് പൊന്നാക്കുന്നവരാ കൃഷിക്കാർ. മനസ്സ് വെച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ല കൃഷിക്കാരനാവാം. അതെ അതെ. കേട്ടു പഠിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ മോട്ടു അടക്കമുള്ളവർ നല്ല കൃഷിക്കാരായി മാറും. സാറേ, ദേ പറഞ്ഞു നിൽക്കുന്ന നേരില്ലേ? ചന്തയിൽ നേരം ആ, അത് വൈകുന്നു. ശരിയാ, ഞങ്ങള് പോവാ. ആ,
കുറെ കൃഷിക്കാര് വന്നിരിക്കുന്നു. അല്ല അവരുടെ പിന്നെ. പോസ്റ്റും അവരെന്തൊക്കെയോ പിറുപിറുത്തോണ്ടാ പോകുന്നത്. മോട്ടു, പറഞ്ഞിട്ട് കാര്യമില്ല. അവര് നമ്മളോടൊപ്പം കൂടുന്ന ഒരു ദിവസം വരും. എന്നാലും അവന്മാരുടെ ഒരു അഹങ്കാരം. ഓട്ടെ മോട്ടു, നമുക്ക് വേഗം പോകാം. നമ്മൾ വിത്തെത്തിച്ചിട്ട് വേണ്ടേ അവർക്ക് വിത്തിടാൻ. ഓ അത് ശരിയാ. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാ. വേഗം നടക്കാം. വാ. എന്നാ ശരി. എന്ത് രസാ. ഇതൊക്കെ വാരി നിറച്ചിട്ട് വേണം ബാക്കി പണി ചെയ്യാന്. ഇതൊക്കെ കാണുമ്പോ എന്താ ഒരു സന്തോഷം. അതെ അതെ. അമ്മോ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായല്ലോ. അതെ അതെ, ജൈവകൃഷി ഇത്രയും വിജയാക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ വമ്പൻ സാറ് പറഞ്ഞത് ശരിയാ. നമ്മൾ പരിശ്രമിച്ചത് കൊണ്ടാ ഈ വിജയം നമുക്കുണ്ടായത് കേട്ടോ. എന്തായാലും മനസ്സിന് വലിയ സന്തോഷം തോന്നുന്നു. നമ്മുടെ ഈ അവധിക്കാലം നമ്മൾ നന്നായിട്ട് ചെലവഴിച്ചു. ആ പറഞ്ഞത് ശരിയാ. അതെ, വമ്പൻ സാറിന്റെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് നമുക്ക് വിഷാംശങ്ങളില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റിയില്ലേ? ആ ആദ്യത്തെ വിളവെടുപ്പ് തന്നെ നമുക്ക് വമ്പൻ സാറിനെ വിളിച്ച് കാണിക്കണം. അത് പിന്നെ പറയാനുണ്ടോ? വമ്പൻ സാറിന്റെ സാന്നിധ്യമല്ലേ നമുക്ക് ഈ ജോലി ചെയ്യാനുള്ള പ്രചോദനമായത്. സാറിന് ഇത് വലിയ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. സഖികളെ ജ്വാല മുഖികളെ ജ്യോതിർമയ്യാം ഉഷസിനെ സാർ എവിടേക്കാ രാവിലെ തന്നെ? ബാങ്കിൽ പോകേണ്ട കാര്യമുണ്ടെന്നേ. സാറ് ഞങ്ങളോട് ക്ഷമിക്കുന്നുണ്ട്. ക്ഷമിക്കാനോ? അതിന് നിങ്ങൾ എന്താ ചെയ്തത്? അത് പിന്നെ സാറിന്റെ നേതൃത്വത്തിലുള്ള ജൈവ കൃഷിയെ ഞങ്ങൾ വളരെ പുച്ഛിച്ച് കളിയാക്കി. ഓ, അതാണോ കാര്യം? സാരമില്ല. ആ മോട്ടുവും കൂട്ടുകാരും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുപ്പും ശരിയാ സാറേ. ഞങ്ങൾ ചന്തയിൽ പോണ വഴിക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. സാറ് പറഞ്ഞത് വളരെ ശരിയാ. മടിയന്മാരായ ഞങ്ങളെ പോലെയുള്ളവരാ നാട് നശിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായല്ലോ, അത് മതി. അല്ല, ദാ പറഞ്ഞു തീർന്നില്ലല്ലോ. ദേ വരുന്നു മോട്ടുവും പപ്പീസും. വാ വാ, ഇങ്ങോട്ട് വാ മക്കളെ. സാറേ? ആ, എങ്ങോട്ടാണാവോ യാത്ര? ഞങ്ങളെ സാറിന്റെ വീട്ടിലേക്കാ. എന്റെ വീട്ടിലേക്കോ? എന്താ ചാക്കില്? അത് കുറച്ച് പച്ചക്കറിയാ സാറേ. ഓ, പച്ചക്കറിയോ? അതെ സാറേ, ഞങ്ങൾ സാറിന് തരാൻ വേണ്ടി തോട്ടത്തിൽ നിന്ന് പറിച്ചതാ. ആഹാ, കണ്ടോ ഗംഭീർ, അധ്വാനത്തിന്റെ ഫലമാണിത്. അധ്വാനത്തിന്റെ മധുരമുള്ള ഫലം. ഇത് കണ്ടോ? മണ്ണിനോട് മല്ലടിച്ച് കാലാവസ്ഥയെ അതിജീവിച്ച് കീടങ്ങളോട് എതിർത്ത് വിജയിച്ച ഒരു പറ്റം ചെറുപ്പക്കാരുടെ വിജയം. സാർ, ഞങ്ങളെ നിങ്ങളോടൊപ്പം ചേർക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാം. ഞങ്ങളോട് ക്ഷമിക്കുമോട്ടു. ഓട്ടുന്നു സാരമില്ലെന്നേ. സാർ, ഈ പച്ചക്കറി ഞങ്ങൾ സാറിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കട്ടെ. മക്കളെ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഫലം നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കും. അത് കൊള്ളാലോ. നിങ്ങളുടെ ഈ വിഭവങ്ങൾ ഇവർക്ക് ഒരു പ്രചോദനമാവട്ടെ. മടിവിട്ട് അധ്വാനിക്കാൻ ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വിയർപ്പിന്റെ വിലയറിയുന്ന ഒരു സമൂഹത്തിന് ഇവർ തുടക്കം കുറിക്കട്ടെ. ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈശ്വരൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കാടിന്റെ വർത്തമാനങ്ങൾ കഴിഞ്ഞ് ഇനി സുശേഷത്തിന്റെ ലോകത്തിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു യാത്രയിലായിരുന്നു. എവിടേക്കാണ് യാത്ര പോയത്? ഞാൻ പറയട്ടെ, ആ, ഒരുപാട്
സ്ഥലത്ത് പോയി. ഓക്കെ, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് തിരികെ വന്നിരിക്കുക. ഓക്കെ, യാത്രയൊക്കെ ചെയ്തപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടത്? മലകൾ കണ്ടു, ആ താഴ്വരകൾ കണ്ടു, ആ കാട് കണ്ടു, ആ മേടുകൾ കണ്ടു, ആ പക്ഷികളെ കണ്ടു, ആ മൃഗങ്ങളെയൊക്കെ കണ്ടു. ഓ, അത് ശരി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ എന്താ തോന്നിയത്? ഇതിന്റെ എല്ലാം പിന്നിൽ ആ ദൈവമാണെന്ന്. അതെ, ദൈവമാണ് ഇതിനെല്ലാം ഉണ്ടാക്കിയത്. എത്ര സുന്ദരമായിട്ടാണ് ദൈവം സകലത്തെയും സൃഷ്ടിച്ചതല്ലേ? അതെ അങ്ങൾ. ഓക്കെ, ദൈവം എങ്ങനെ ഉണ്ടാക്കിയതെന്നറിയാമോ? അറിയത്തില്ല അങ്ങൾ. ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ടിങ്കു യാത്ര ചെയ്തപ്പോൾ കണ്ട സകലവും ഉണ്ടായി. എന്നാൽ മനുഷ്യൻ മാത്രം ഉണ്ടായില്ല. മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഉണ്ടാക്കിയത്. ആണ് അങ്ങൾ. അതാണ് മനുഷ്യന് വ്യത്യസ്തതല്ലേ? അതെ, മറ്റു മൃഗങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഈ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ഈ ഭൂമിയെ അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഉണ്ടല്ലോ ടിങ്കു, എന്താ പറ്റി അങ്ങൾ? ഈ മനുഷ്യൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അതെന്താ അങ്ങൾ ചെയ്തത്? മനുഷ്യനെ ഏറ്റവും നല്ല സ്ഥലത്താണ് ദൈവം കൊണ്ടുവന്ന് നിർത്തിയത്. എന്നിട്ട് അങ്ങൾ ഈ മനുഷ്യൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം, ദൈവം പറഞ്ഞ കാര്യത്തെ അനുസരിക്കാതെ തെറ്റ് ചെയ്തു. ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? എന്താ അങ്ങൾ ചെയ്തത്? ദൈവം ആ തോട്ടത്തിൽ നിന്നും മനുഷ്യനെ ഒഴിവാക്കി. അങ്ങൾ, അവര് തെറ്റ് ചെയ്തെന്ന് ദൈവം എങ്ങനെയാ മനസ്സിലാക്കിയത്? കാരണം ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. ദൈവം സകലത്തെയും ഉണ്ടാക്കി. കാരണം ദൈവം സർവശക്തനായിരുന്നു. അതുപോലെ തന്നെ ദൈവം സർവജ്ഞാനിയുമാണ്. ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. നമ്മൾ ചെയ്യുന്ന രഹസ്യമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിനറിയാം. കാരണം ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. എന്റെ കാര്യങ്ങൾ അറിയാം അങ്ങൾ. പിന്നെ ടിങ്കുവിൻ്റെ കാര്യം മാത്രമല്ല, ഈ ഭൂമിയിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഈ ദൈവത്തിന് അറിയാം. പിന്നെ ആരാണ് ദൈവം? ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവം കൂടിയാണ്. മാത്രവുമല്ല, ദൈവം സ്നേഹവാനായിരിക്കുന്ന ദൈവമാണ്. എന്താ അങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നിത്യസ്നേഹം കൊണ്ടാണ് ദൈവം നമ്മളെല്ലാം സ്നേഹിച്ചിരിക്കുന്നത്. നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങൾ? നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത സ്നേഹം. ആദമും ഹവ്വയും പാപം ചെയ്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്തത്. എന്നാലും ദൈവം അവരോട് ക്ഷമിച്ചു. അവരുടെ നഗ്നത മറയ്ക്കുവാനായിട്ട് ദൈവം ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. പിന്നീട് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ തൻ്റെ സ്നേഹത്തെ താൻ പ്രദർശിപ്പിച്ചു. അതെങ്ങനെയാണ്? തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. തൻ്റെ സ്നേഹം കാൽവറിയിൽ താൻ പ്രകടിപ്പിച്ചു. അതെ അങ്ങൾ, എത്ര വലിയ സ്നേഹമല്ലേ? അതെ, എത്രയോ ശ്രേഷ്ഠമായ സ്നേഹമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ളത്. തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്കിടയായി തീർന്നത് എത്ര ഭാഗ്യമാണല്ലേ? അതെ അങ്ങൾ, ഞാൻ യാത്ര ചെയ്തപ്പോൾ ഇതെല്ലാം കണ്ട ദൈവത്തിന് നന്ദി പറഞ്ഞു. അതെ, നാം ഈ ഭൂമിയിലെ സകല ചരാചരങ്ങൾ നോക്കുമ്പോൾ നാം ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് തീരണം. ഈ നല്ല ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടവന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അങ്ങൾ, ഒരു വാക്യം എനിക്ക് ഓർമ്മയായിരുന്നു. ഏത് വാക്യമാണ്? സങ്കീർത്തനം സങ്കീർത്തനം 1. എന്താ അത് പറയുന്നത്? ഞാൻ പറയാം അങ്ങൾ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതെ അതെ, നാം ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയും അവൻ്റെ കൈവേലയും കാണുവാനായിട്ട് സാധിക്കും. ഇത്രയും മനോഹരമായി ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. എന്നെ സൃഷ്ടിച്ചു. എന്നെ അവൻ സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും അവൻ സ്നേഹിക്കുന്നു. അവൻ്റെ നല്ല മക്കളായി നമുക്ക് ഈ ഭൂമിയിൽ വാഴാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കേ, ഇനി നിങ്ങളുടെ സമയം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാം.
അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പുതുവിഭവങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.